जैसा सवाल वैसा जवाब. സവാൽ ക്വസ്റ്റ്യൻ ജവാബ് ഉത്തരം. മൊബൈൽ നോക്കുന്ന കാരണം അണ്ടർലൈൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ കഥയുടെ ഒപ്പം ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ് പറഞ്ഞു തരാം. बादशाह अकबर अपने मंत्री बीरबल को बहुत पसंद करता था. बादशाह ചക്രവർത്തി അക്ബർ ചക്രവർത്തിക്ക് മന്ത്രിയായ ബീർബലിനെ പസന്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. बीरबल की बुद्धि के आगे बड़े बड़ों की भी कुछ नहीं चल पाती थी. ബീർബലിന് നല്ല ബുദ്ധിയായിരുന്നു. അത് കാരണം എത്ര വലിയ ആൾക്കാർ എന്ത് പറഞ്ഞാലും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇസി കാരൺ കുച്ച് ദർബാരി ബീർബൽ സെ ജൽത്തെ थे. ഇത് കാരണം തന്നെ ദർബാരി മന്ത്രിതലത്തിലെ പല ആൾക്കാർക്കും ബീർബലിനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. വേ ബീർബൽ को मुसीबत में फंसाने के तरीके सोचते रहते थे. മുസീബത്ത് കഷ്ടത്തിൽ എപ്പോഴും അവർ ബീർബലിനെ കഷ്ടത്തിലാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. अकबर के एक खास दरबारी ख्वाजा सरा को अपनी विद्या और बुद्धि पर बहुत अभिमान था. അക്ബർ രാജാവിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആളുണ്ടായിരുന്നു ഖ്വാജ സറ. അയാൾക്ക് സ്വന്തം ബുദ്ധിയിൽ ഭയങ്കര അഭിമാനമുണ്ടായിരുന്നു. ബീർബൽ को तो वे अपने सामने निरा बालक और मूर्ख समझते थे. ബീർബലിനെ അവർ ഒരു വിഡ്ഢിയായിട്ടേ കരുതിയിട്ടുള്ളൂ. लेकिन अपने ही मानने से तो कुछ होता नहीं. സ്വന്തം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ദർബാർ മേ ബീർബൽ കി ഹി തൂത്തി ബോൽത്തി. മന്ത്രിതലത്തിൽ ബീർബൽ പറയണതല്ലേ കേൾക്കുള്ളൂ. और ख्वाजा साहब की बात ऐसे लगती थी जैसे नकार खाने में तूती की आवाज़. വെറുതെ കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിൽ വെറുതെ ശബ്ദമുണ്ടാക്കുന്ന മാതിരിയേ ഖ്വാജ സാഹബ് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ख्वाजा साहब की चलती तो वे बीरबल को हिंदुस्तान से निकलवा देते. लेकिन निकलवाते कैसे? ഖ്വാജ സാഹബ് വിചാരിച്ചു, ഇയാളെ ഒന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ആക്കിയാലോ എന്ന്. एक दिन ख्वाजा ने बीरबल को मूर्ख साबित करने के लिए बहुत सोच विचार कर कुछ मुश्किल प्रश्न सोच लिए. ഒരു ദിവസം ഖ്വാജ സാഹബ് കുറേ ആലോചിച്ച് ബീർബലിൻ്റെ ബുദ്ധിയെ അളക്കാൻ അല്ലെങ്കിൽ വിഡ്ഢിത്തരം കാണിക്കാൻ 3 കഠിനമായ പ്രശ്നങ്ങൾ ആലോചിച്ചു. उन्हें विश्वास था कि बादशाह के उन प्रश्नों को सुनकर बीरबल के छक्के छूट जाएंगे. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ 3 കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബീർബലിന് ഒരു ഉത്തരവും കിട്ടില്ല. വേ ലാഖ് കോശിഷ് करके भी संतोषजनक उत्तर नहीं दे पाएंगे. എത്ര ശ്രമിച്ചാലും അവർക്ക് ഒരു ശരിക്കുള്ള ഉത്തരങ്ങൾ കിട്ടില്ല. फिर बादशाह मान लेगा कि ख्वाजा सरा के आगे बीरबल कुछ नहीं है. അപ്പോൾ രാജാവിന് മനസ്സിലാവും ഖ്വാജ സരയുടെ ബുദ്ധിയാണ് ഏറ്റവും ബുദ്ധി. ബീർബലിന് ഒരു ബുദ്ധിയും ഉണ്ടാവില്ല. ख्वाजा साहब अचकन पगड़ी पहनकर दाढ़ी सहलाते हुए अकबर के पास पहुँचे और सिर झुकाकर बोले. നല്ല വേഷമൊക്കെ ഇട്ടിട്ട് നല്ല തലക്കെട്ട പഗടി തലയിൽ കെട്ടണ അതിനെയാണ് പറയുന്നത്. തലപ്പാവൊക്കെ വെച്ച് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബീർബൽ ബടാ ബുദ്ധിമാൻ ബൻതാ ഹെ. आप भी उसकी लंबी चौड़ी बातों के धोखे में आ जाते हैं. ബീർബൽ ഭയങ്കര ബുദ്ധിമാനായ ആളെ മാതിരിയാണ് കാണിക്കണത്. രാജാവും അയാൾ എന്ത് പറഞ്ഞാലും വഞ്ചിക്കപ്പെടുന്നു. ധോക്ക വഞ്ചന. मैं चाहता हूँ कि आप मेरे 3 सवालों के जवाब पूछकर उसके दिमाग की गहराई नाप ले. ഞാനൊന്ന് ചോദിക്കട്ടെ. രാജാവ് ഞാൻ പറയുന്ന 3 പ്രശ്നങ്ങൾ ബീർബലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അയാളുടെ ബുദ്ധിയെ നമുക്ക് അളക്കാം. ഉസ് നക്ലി അക്കൽ ബഹാദുർ കി കലയി ഖുൽ ജായേഗി. അയാൾ എത്ര വിഡ്ഢിയാണെന്ന് നമുക്ക് കാണാലോ. ख्वाजा के अनुरोध करने पर अकबर ने बीरबल को बुलाया और उनसे कहा. ख्वाജ പറഞ്ഞതനുസരിച്ച് രാജാവ് ബീർബലിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ബീർബൽ, परम ज्ञानी ख्वाजा साहब तुमसे 3 प्रश्न पूछना चाहते हैं. क्या तुम उनके उत्तर दे सकोगे? ഈ ഖ്വാജ സാഹബ് നിങ്ങളുടെ അടുത്ത് 3 പ്രശ്നങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ പറയാൻ തയ്യാറാണോ? ബീർബൽ ബോലെ, ജഹാ പന ജറൂർ ദൂങ്ക, ഖുഷി സെ പൂछे. ബീർബൽ പറഞ്ഞു, ശരി രാജാവേ, പ്രശ്നം ചോദിച്ചോളൂ. ख्वाजा साहब ने अपने तीनों सवाल लिखकर बादशाह को दे दिए. अकबर ने बीरबल से ख्वाजा का पहला प्रश्न पूछा. ഖ്വാജ സാഹബ് എഴുതിയ 3 പ്രശ്നങ്ങളും രാജാവിന് കൊടുത്തു. എന്നിട്ട് രാജാവ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു, സൻസാർ കാ കേന്ദ്ര കഹാ ഹെ. ഈ ഭൂമിയുടെ ഉറവിടം എവിടെയാണ്?
बीरबल ने तुरंत ज़मीन पर अपनी झड़ी गाड़कर उत्तर दिया। ബീർബൽ പെട്ടെന്ന് തന്നെ നിലത്ത് നോക്കിയിട്ട് ഒരു സ്ഥലം പറഞ്ഞു. യഹി സ്ഥാൻ ചാരോ ഓർ സെ ദുനിയ കെ ബീച്ചോ ബീച്ച് പടുത്താ ഹെ. ഇവിടെ തന്നെയാണ് ഈ ഭൂമിയുടെ നടുവ് കേന്ദ്രം ഇവിടെ തന്നെയാണ്. യദി ഖ്വാജ സാഹബ് കോ വിശ്വാസ് നാ ഹോ തോ വേ ഫീത്തെ സെ സാരി ദുനിയ കോ നാപ് കർ ദിഖാ ദേ കി മേരി ബാത് ഗലത് ഹെ. ഖ്വാജ സാഹബിന് വേണമേ വിശ്വാസമാവുന്നില്ലെങ്കിൽ ഫീത്തെ ഒരു അളക്കണ ടേപ്പ് കൊണ്ടുവന്നിട്ട് ഭൂമിയെ മുഴുവൻ അളന്ന് നോക്കിക്കോളൂ, എന്നിട്ട് കാണിച്ചോളൂ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. അക്ബർ ने दूसरा प्रश्न किया. आकाश में कितने तारे हैं? രാജാവ് അടുത്ത പ്രശ്നം ചോദിച്ചു. ആകാശത്തിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? बीरबल ने एक भेड़ मंगवाकर कहा. इस भेड़ के शरीर में जितने बाल है बीरबल ने एक भेड़ मंगवाकर कहा, इस भेड़ के शरीर में जितने बाल है उतने ही तारे आसमान में है. ബീർബൽ ഒരു ഷീപ്പിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ഷീപ്പിൻ്റെ മേലെ എത്ര മുടിയുണ്ട് അത്രയും ആകാശത്തിൽ സ്റ്റാർസ് ഉണ്ട്. ख्वाजा साहब को इसमें संदेह हो तो वह बालों को गिनकर तारों की संख्या से तुलना कर ले. ख्वाजा സാഹബിന് വല്ല സംശയം ഉണ്ടെങ്കിൽ അവർ ഈ ഷീപ്പിൻ്റെ മുടി എണ്ണിയിട്ട് അതും സ്റ്റാർസിൻ്റെ എണ്ണം എടുത്തിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്തോളൂ. अब अकबर ने तीसरा सवाल किया. संसार की आबादी कितनी है? ഈ ഭൂമിയിൽ എത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഭൂമി വേൾഡ് പോപ്പുലേഷൻ എത്രയുണ്ട്? बीरबल ने कहा, जहाँ पना संसार की आबादी पल पल पर घटती बढ़ती रहती है, क्योंकि हर पल लोगों का मरना जीना लगा ही रहता है. ബീർബൽ പറഞ്ഞു, രാജാവേ, ഈ ഭൂമിയിൽ എല്ലാ സമയത്തും ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. കാരണം ചിലവർ മരിക്കണു, ചിലവർ അല്ലെങ്കിൽ കുട്ടികൾ ജനിക്കുന്നു, അല്ലെങ്കിൽ കുറേ പേര് മരിച്ചു പോകുന്നു. इसलिए यदि सभी लोगों को एक जगह इकट्ठा किया जाए तभी उनको गिनकर ठीक ठीक संख्या बताई जा सकती है. അത് കാരണം ഒരുമിച്ച് എല്ലാ ആൾക്കാരെയും, ഈ ഭൂമിയിലത്തെ ആൾക്കാരെ ഒരുമിച്ച് ഒരു ഭാഗത്ത് കൊണ്ടുവന്നാൽ എന്നിട്ട് നമുക്ക് എണ്ണിയാൽ ശരിക്കുള്ള സംഖ്യ കിട്ടും. बादशाह तो बीरबल के उत्तरों से संतुष्ट हो गया, लेकिन ख्वाजा साहब ना बो सिकोड़कर बोले. രാജാവിന് ബീർബലിൻ്റെ ഉത്തരങ്ങളെല്ലാം ശരിയായിട്ട് തോന്നി. പക്ഷേ ഖ്വാജ സാഹബിനോ ഒന്നും ശരിയായി തോന്നിയില്ല. എന്നിട്ട് പറഞ്ഞു, ऐसे गोलमाल जवाबों से काम नहीं चलेगा जनाब. ഇങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ബീർബൽ बोले, ऐसे सवालों के ऐसे ही जवाब होते हैं. അപ്പോൾ ബീർബൽ ഉത്തരം കൊടുത്തു, ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഇങ്ങനത്തെ ആൻസേഴ്സേ കിട്ടുള്ളൂ. പെഹലെ ऐसे सवालों के ऐसे ही जवाब होते हैं. ബീർബൽ പറഞ്ഞു, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ഉത്തരങ്ങൾ ഉണ്ടാവുള്ളൂ. പെഹലെ മേരെ ജവാബോं को गलत साबित कीजिए तब आगे बढ़िए. ആദ്യം ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കൂ, എന്നിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ख्वाजा साहब से फिर कुछ बोलते ही नहीं बना. എന്നിട്ട് എന്താ, ഖ്വാജ സാഹബ് മിണ്ടാണ്ടായി.